Praise the Lord. Hallelujah. Praise Jesus. Hallelujah. Hallelujah. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒരു പകൽ നമ്മെ വിട്ട് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. എത്രയോ പേർ ഈ പ്രഭാതം കണ്ടവർ ഈ സന്ധ്യയുടെ യാമം കാണുവാൻ കഴിയാതെ മരണവഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ രോഗികളായി ദുഃഖിതരായി കഴിയുമ്പോൾ ദൈവിക സമാധാനത്തോടെ ദൈവിക സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം തന്റെ മക്കളെ അവിടെ ഇവിടങ്ങളിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തല്ലോ. ദൈവമക്കൾ എന്ന നിലയിൽ അപ്പാ പിതാവെന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവർ ഹല്ലേലൂയ, അതേ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആമേൻ ദൈവത്തോട് നിലവിളിക്കുവാനും പ്രാർത്ഥിപ്പാനും തക്കൊണ്ട് ഇടയായിത്തീരുന്നത് കൊണ്ട് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാം. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഇന്ന് രാത്രിയിലും ആ കർത്താവിന്റെ കരുതൽ അനുഭവിച്ചവർ, ആ സന്തോഷം അനുഭവിച്ചവർ ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ ചെയ്യുന്നല്ലോ. നമ്മുടെ കൂടപ്പുറപ്പായിരുന്നെടുത്ത്, നമ്മുടെ ജീവിത പങ്കാളികളായിരുന്നെടുത്ത്, നമ്മുടെ മാതാപിതാക്കളായിരുന്നെടുത്ത്, നമ്മുടെ തലമുറകളായിരുന്നെടുത്ത് അനർത്ഥങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് കാല് കല്ലിന്മേൽ തട്ടാതെ കണ്ണുനീരിൽ നിന്നും മരണത്തിൽ നിന്നും ആമേൻ വിടുവിച്ചനായി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ആ കരങ്ങളെ തട്ടി അതരകളെ തുറന്ന് നന്ദിയോടെ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട് ഉപവാസ പ്രാർത്ഥനയുടെ 21ാമത്തെ ആമേൻ അതേ രാത്രിയിലും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ എന്നെ ശക്തീകരിക്കുന്ന എന്നെ ബലപ്പെടുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന്റെ സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശാപകാലത്തും ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം എണ്ണത്തിൽ കുറയാതെ കണ്ട് അവിടെ ഇവിടങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മെ സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ മക്കളെന്ന പദവിയിലേക്ക്, അവിടുത്തെ പ്രിയ മക്കളെന്ന പദവിയിലേക്ക് അവിടുന്ന് ഞങ്ങളെ അതേ വിളിച്ചു വേർതിരിച്ചു. ആമേൻ. അവിടുത്തെ ശുശ്രൂഷകന്മാരാക്കി തീർത്ത ദൈവകൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു, ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു. ഈ ലോകം നൽകാത്ത സമാധാനം, ഈ ലോകം നൽകാത്ത സന്തോഷം അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് നൽകി ജയത്തോടെ ഇന്ന് പകൽ കാലവും ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നിന്ന് അങ്ങ് ദാനമായി ഞങ്ങളുടെ മേൽ പകർന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രി അപ്പന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. പാടുവാൻ കൃപ നൽകിയാണ്, പ്രാർത്ഥിപ്പാൻ കൃപ നൽകിയാണ്, ആരാധിപ്പാൻ കൃപ നൽകിയാണ്. ആദിയോടൊത്ത് പരിശുദ്ധാത്മാവാൻ ദൈവം കൂടെ ഇരിക്കണം. ദുഷ്ടത്തൊടുവാൻ, ദൃഷ്ടി വെക്കുവാൻ, തകർത്ത് കളവാൻ അവിടുന്ന് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം നടത്തിയ ദൈവം മേലാലും നടത്തുവാൻ ശക്തരായ ദൈവമാകയാൽ അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നവർ കർത്താവേ അങ്ങയുടെ നാമത്തിൽ സമാധാനവും സന്തോഷവും പ്രാപിക്കുവാൻ തക്കൊണ്ട് ഇടയാകേണ്ടതിന് ഇന്ന് രാത്രിയിലും ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ആമേൻ വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് പകർന്ന് ജയത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ കർത്താവ് അവരെ കരം പിടിച്ചുയർത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലമാകയാൽ സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രിയിലും അത് അനുഭവിപ്പാൻ തക്കോണം ഇടയാകേണ്ടതിനാൽ ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങൾ അടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനം ചൊല്ലിക്കൊണ്ട് ആമേൻ നമ്മുടെ ആമേൻ കർത്താവിനെ ഒരു പാട്ടുപാടി ആരാധിച്ചതിന് ശേഷം ഇന്ന് രാത്രിയിലും ദൈവം നൽകിയ ആ വചനം ഒരുമിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ആമേൻ ഈ കൂട്ടായ്മ ആമേൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുള്ള വന്ദനം ചൊല്ലുകയാണ്. സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ചേർന്ന് പാടാം. ഭൂവാസികളെ യഹോവയ്ക്കായി
സ്തുതിയെന്നുമുള്ളത്. യഹോവ തന്റെ ദൈവമെന്നറിവിൽ അവൻ നമ്മെ നിറഞ്ഞുവല്ലോ. യഹോവ തന്റെ ദൈവമെന്നറിവിൽ അവൻ നമ്മെ നിറഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ. അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ. അവനെ സ്തുതിച്ചിടുവിൻ. അവൻ യഹോവയെ കാത്തിടുവിൻ. ഭൂവാസികളേ, യഹോവയെ കാത്തിടുവിൻ. ആമേൻ. സന്തോഷത്തോടെ ഓ സംഗീതത്തോടെ വന്നുകൂടുവിൻ. ആമേൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. ആമേൻ. സംഗീതത്തോടെ വന്നുകൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. യഹോവ തന്നെ വിശ്വസ്തനെന്നാളിൽ അവൻ നമ്മെ വിടുവിച്ചല്ലോ. ആമേൻ. യഹോവ തന്നെ വിശ്വസ്തനെന്നാളിൽ അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകളാ അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകളാ അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ. ഭൂവാസികളേ, യഹോവയെ കാത്തിടുവിൻ. ആമേൻ. ഭൂവാസികളേ, യഹോവയെ കാത്തിടുവിൻ. ആമേൻ. സന്തോഷത്തോടെ പാടുവിൻ. ആമേൻ. സംഗീതത്തോടെ വന്നുകൂടുവിൻ. ആമേൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. ആമേൻ. സംഗീതത്തോടെ വന്നുകൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. ഭൂവാസികളേ, യഹോവയെ കാത്തിടുവിൻ. ഒരിക്കൽ കൂടെ. ഭൂവാസികളേ, യഹോവയെ കാത്തിടുവിൻ. ആമേൻ. ഹല്ലേലൂയ. ഭൂവാസികളായിരിക്കുന്ന ഏവരും ആമേൻ പാടുവാൻ. എങ്ങനെ പാടുവാൻ? സന്തോഷത്തോടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും സന്തോഷത്തോടെ പാടുവാൻ. ഹല്ലേലൂയ. ഓ നമ്മുടെ അധരങ്ങൾക്ക് ബലം നൽകിയ, നമ്മുടെ കരങ്ങൾക്ക് ബലം നൽകിയ, നമ്മുടെ കാലുകൾക്ക് ബലം നൽകിയ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ആമേൻ സംഗീതത്തോടെ ഹല്ലേലൂയ. അവൻ വല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഓ സംഗീതത്തോടെ ആമേൻ നമ്മുടെ കർത്താവിനെ പാടി ആരാധിപ്പാൻ ഇന്ന് രാത്രിയിലും നമ്മെ പ്രാപ്തനാക്കി മാറ്റിയ നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ ആ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ സമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആമേൻ ആ കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിലും നിരാശയോടെ, ആകുലതയോടെ, ഭാരത്തോടെ
വേദനയോടെ ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തിയുള്ള ജീവന്റെ വചനം കേൾക്കുവാൻ സന്തോഷമുള്ളവർ ഹല്ലേലൂയ ചിരിച്ചൊന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രാരംഭത്തിൽ ആമേൻ ഞാൻ നിങ്ങളോട് ആമേൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷം നമ്മളിലൂടെ അനേകരെ അനുഭവിക്കുവാനാണല്ലോ. നമ്മെ അനുഗ്രഹിച്ച ദൈവം ആമേൻ അവരെയും അനുഗ്രഹിക്കുവാനാണല്ലോ. ആമേൻ ഈ സന്ദേശം നമ്മളിലൂടെ അനേകം അരികിലേക്ക് എത്തുവാൻ, ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ വിശ്വസ്തനെണ്ണി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഷെയർ ചെയ്താൽ ആമേൻ ആയിരങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തുവാൻ തക്കവണ്ണം ഇടയാക്കി. ഹല്ലേലൂയ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ശക്തനായവന്റെ സന്ദേശം ഇന്ന് രാത്രിയിലും പ്രഘോഷിക്കുവാൻ ഈ ലൈവിലൂടെ എന്നെ പ്രാപ്തനാക്കി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് രാത്രിയിലും ആമേൻ പതിവ് പോലെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൈവവചന ആമേൻ ശുശ്രൂഷയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 27, 28, 29 വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27, 28, 29 വാക്യം. ചോദ്യം ഇതാണ്: നിങ്ങൾ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ആരുടെ ശബ്ദമാണ് ആമേൻ നിങ്ങൾ ആമേൻ കേൾക്കുന്നത്? ഹല്ലേലൂയ. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27, 28, 29 വാക്യം. കണ്ണുനീരോടെ, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്ന ദൈവജനം ഇമ്പമേറിയ ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായും കണ്ണുനീർ തുടയ്ക്കുന്നവൻ, ഹല്ലേലൂയ, മാനയെ മധുരമാക്കുന്നവൻ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ മരിച്ചവനെ ഉയർപ്പിക്കുവാൻ ശക്തനായവൻ, ഹല്ലേലൂയ, കുരുടന് ആമേൻ കാഴ്ച കൊടുക്കുവാൻ ശക്തനായവൻ, ചെകിടന് കേൾവി കൊടുക്കുവാൻ ശക്തനായവൻ, ഹല്ലേലൂയ. രക്തസ്രാവക്കാരിയായ സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ തൊണ്ടലിൽ തട്ടപ്പോൾ അവനിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ടു, ഹല്ലേലൂയ, അവൾ സൗഖ്യമാകുവാനിടയായി. ഇന്ന് രാത്രി ആരുടെ ശബ്ദമാണ് ഞാനും നിങ്ങളും കേൾക്കുവാനായി പോകുന്നത്? വായിക്കാം. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ആമേൻ. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവനെ അറിയും. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്ത് പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ട് പാർട്ടായി നമുക്ക് കാണുവാൻ കഴിയും. അതിനകത്ത് പുതിയ നിയമ പുസ്തകത്തിലെ 3-ാമത്തെ പുസ്തകം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ എന്ന് പഴയ നിയമ പുസ്തകം തുടങ്ങി പുതിയ നിയമത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയ സുവിശേഷം, പുതിയ നിയമ ഭാഗത്ത് 4-ാമത്തെ പുസ്തകമായ 4-ാമത്തെ സുവിശേഷം ആമേൻ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 27, 28, 29 ഇങ്ങനെ വായിച്ചത്. ആമേൻ. അതെ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവരെ അറിയുകയും അവൻ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഇന്ന് പകലിലും നശിച്ചുപോയ അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അനുദിനം നമ്മുടെ വീടുകളിൽ എത്തുന്ന മാധ്യമ പേപ്പറിന്റെ ചരമകോളം എടുത്തു നോക്കിയ അനേകര് അവയെ മരണപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അനേക യൗവനക്കാരികൾ, അനേക ദമ്പതികൾ അനുദിനം ആമേൻ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആമേൻ ദുഃഖകരമായ വാർത്തയായി ലോകത്തിൽ അനേകര് കാണുകയും കേൾക്കുകയും വായിച്ചു കൊണ്ടുമിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ.
ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി കരുണാസമ്പന്നനായ ദൈവം കരുണ കാട്ടി ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനെ നിത്യജീവന്റെ അവകാശിയാക്കി മാറ്റുവാൻ കാലത്തിന്റെ തികവെങ്കിൽ 2020 വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ മധ്യസ്ഥാനം ആമേൻ, അതെ, മധ്യഭാഗത്ത് ആമേൻ, കന്യകയിൽ ഗുരുവായ കർത്താവ് യേശു ക്രിസ്തുവിനെ ആമേൻ അനുഗമിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ അറിയുന്ന ഒരു നല്ല ഇടയൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരുടെ ശബ്ദമാ എന്റെയും നിങ്ങളുടെയും കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്? ആ ഇടയന്റെ ശബ്ദം ആകുന്നുവെങ്കിൽ ആ ഇടയൻ പറയുകയാണ്, ഞാൻ എന്നെ അനുഗമിക്കുന്ന ആടുകളെ അറിയുന്നു. ഹല്ലേലൂയ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഹല്ലേലൂയ. അവ ഒരു നാളും എന്ത് ചെയ്യില്ല, നശിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയില്ല. ഇന്ന് പകലിലും ആമേൻ, അതെ, അരുമനാഥനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലിനെ പിടിച്ചു പറിക്കുവാൻ പിന്തുടരുന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, അത് ഭക്തനായ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഒരിക്കലൊരു സിംഹം കയറി വന്നു, ഒരിക്കലൊരു കരടി കയറി വന്നു, പക്ഷേ ആ കരടിക്കോ സിംഹത്തിനോ എന്നെ വിട്ടുകൊടുക്കാതെ എന്നെ സംരക്ഷിച്ച ഒരു നല്ല ഇടയനത്രേ യഹോവ. ആ നല്ല ഇടയനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ചവർ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, അത് സന്തോഷമുണ്ടെങ്കിൽ ആ കരമടിച്ച് ഒന്ന് കർത്താവിന് മഹത്വം കൊടുക്ക്. നല്ല ഇടയനെ അനുഗമിക്കുന്ന ഒരാടിനെ അതെ ദുഷ്ട മൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. കോഴി തൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ആ നല്ല ഇടയൻ തന്നെ അനുഗമിക്കുന്നവരെ അറിയുന്നുവെന്ന്. അയ്യോ, എന്റെ കഷ്ടത കാണുവാൻ, എന്റെ വേദന കാണുവാൻ, എന്റെ സങ്കടം അറിയുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ദുഷ്ടപിശാച് നിന്റെ അകത്ത് ചിന്ത കൊണ്ടുവന്ന് ആ ചിന്തയ്ക്കനുസൃതമായി നീ ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി അവരാ ഒതുങ്ങിയിരിക്കുന്ന നിന്നെ അതേ പുറത്തേക്ക് നയിപ്പാൻ ശക്തനായ ഒരു നല്ല ഇടയൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഇടയൻ പറയുകയാണ്, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ്. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നോക്കണമേ, സുരക്ഷിതമായ ആമേൻ ഒരു ഇടയന്റെ കീഴിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി അകൃപ പ്രാപിച്ചവർ, അകൃപ അനുഭവിക്കുന്നവർ, ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, ഒരു നല്ല ഇടയൻ, നല്ല നായകനായി നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ആർക്കും നമ്മെ ആമേൻ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ കരം നമുക്ക് അതെ സുരക്ഷിതമായി അനുകൂലമായി അതെ ഉണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആരാണ് അവന്റെ ശബ്ദം കേൾക്കുന്നത്? അവനെ അനുഗമിക്കുന്ന ആടുകളാണ്. ഹല്ലേലൂയ. ആ ആടുകളെ ഞാൻ അറിയുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. അവൻ ദുഷ്ടന്മാരുടെ കൂടെയും പാപികളുടെ കൂടെയും പരിഹാസികളുടെ കൂടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരല്ല അവർ എന്റെ ശബ്ദം കേൾക്കുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു. ആമേൻ. അങ്ങനെ ആയിരിക്കുന്നവർക്ക് ഞാൻ നിത്യജീവൻ കൊടുക്കുന്നുവെന്ന. ഹല്ലേലൂയ. അവ ഒരിക്കലും എന്ത് ചെയ്യില്ല, നശിക്കുകയില്ല. ഹല്ലേലൂയ. അവരെ എന്റെ കയ്യിൽ നിന്നും ആരും പറിച്ചെടുക്കുവാൻ ആമേൻ കഴിയത്തില്ല, പറിച്ചെടുക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. എനിക്ക് തന്നിട്ടുള്ള എന്റെ പിതാവ് എല്ലാവരിലും ആമേൻ വലിയവനാണ്. ഹല്ലേലൂയ. എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പറിച്ചെടുക്കുവാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. യോഹന്നാന്റെ സുവിശേഷം ആമേൻ അതെ 10-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 3-ാം വാക്യം, അത് 14-ാം വാക്യം, 16-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ ഈ സത്യം ആമേൻ ആദ്യം തന്നെ അവരോട് പറയുന്നതായി, അല്ലെങ്കിൽ അവനെ അനുഗമിക്കുന്ന നമ്മോട് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. അതെ, അവിടെ നമുക്ക് ഇങ്ങനെ കാണുന്നത്, ആമേൻ, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച്
പുറത്തു കൊണ്ടുപോകുന്നു. ഇന്ന് രാത്രി നിന്നെ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു നല്ല ഇടയൻ. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവ ആമേൻ കൃപയിൽ ജീവിക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ആരുടെ ശബ്ദമാണ് കേൾക്കേണ്ടത്? ഹല്ലേലൂയ. ഇടയന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി മനുഷ്യനായി ജനിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം അവസരം കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ജനിച്ച യേശു, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള യേശു, ആമേൻ, ജനിച്ചത് ആമേൻ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, ഇന്ന് രാത്രി ആരുമായിക്കൊള്ളട്ടെ, ഏത് രാജ്യത്തുമായിക്കൊട്ടെ, ഒരു നല്ല ഇടയനാകുന്ന ക്രിസ്തു, ഹല്ലേലൂയ, പാപികളായ മാനവരാശിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവരെയും കാൽവറിയിൽ ഒഴുക്കി. ആമേൻ. പാപികളായിരിക്കുന്ന എന്നെയും നിങ്ങളെയും പാപമില്ലാത്തവരാക്കി മാറ്റുവാൻ, നീതിമാനാക്കുവാൻ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ആമേൻ ആയിരങ്ങളെ ആമേൻ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമാധാനം അനുഭവിക്കാത്ത, ആ സന്തോഷം അനുഭവിക്കാത്ത ഏതെങ്കിലും വ്യക്തി ആമേൻ ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകം നൽകാത്ത സമാധാനം നൽകുവാൻ കഴിയുന്ന, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ വേറൊരു നാമമില്ല, യേശു എന്ന നാമമല്ലാതെ. ഇന്ന് രാത്രി ആ നാമം ധരിച്ചു വന്നവൻ ഒരു ഇടയനായി ഈ ഭൂമിയിൽ ആമേൻ ജീവിക്കുവാൻ, ഹല്ലേലൂയ, അവനെ അനുഗമിക്കുന്ന ഒരു കൂട്ടത്തെ ഉരുവാക്കുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ചു. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് ആമേൻ തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് രാത്രി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ നേരത്തെ നൽകിയിരുന്ന ഈ സത്യങ്ങൾ എന്താണ്? ആമേൻ. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ഹല്ലേലൂയ. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഇന്ന് രാത്രി നല്ല ഇടയനെ അനുഗമിക്കുന്നവർ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആ കല പഠിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത്, എന്താ ആ നല്ല ഇടയന്റെ പ്രത്യേകത? ഹല്ലേലൂയ. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ ആടുകൾ ആമേൻ തന്നെ അനുഗമിക്കുകയാ. തനിക്ക് ആമേൻ അതെ തന്റെ ആടുകളെ കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. ആമേൻ അവരെ പുറത്തേക്ക് കൊണ്ടുപോയി ആമേൻ അലയുവാൻ അനുവദിക്കുന്നവനല്ല, അവൻ നല്ല ഇടയനാ. ആമേൻ ശത്രു അപകരിക്കുവാൻ ഇടയാകാതെ കണ്ട് ആടുകളുടെ ഇടയൻ അവർക്ക് മുന്നമേ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. ഹല്ലേലൂയ. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയൻ പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി ആമേൻ നല്ല ഇടയനെ അനുഗമിക്കുന്ന ദൈവവൈതലേ, നിന്റെ വേദന, നിന്റെ കഷ്ടത, നിന്റെ ദാരിദ്ര്യം, നിന്റെ ഞെരുക്കം, നിന്റെ ശരീരമാസകലമുള്ള വേദന, ഹല്ലേലൂയ, എത്ര അപേക്ഷിച്ചിട്ടും ഹല്ലേലൂയ എത്ര കരഞ്ഞിട്ടും എത്ര അപേക്ഷിച്ചിട്ടും നിന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച് നെടുവീർപ്പെട്ടിരിക്കുന്ന പ്രിയ മിത്രമേ, ഇന്ന് രാത്രി നിന്നെ അറിയുന്ന ഒരു നല്ല ഇടയൻ, ഹല്ലേലൂയ, അവനെ അനുഗമിക്കുന്ന അവൻ ഒരു ആടായി അവൻ നീ മാറിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അവൻ നിന്നെ അറിയുന്നുണ്ട്. അവൻ ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ട് അവരുടെ നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ഇറങ്ങി വന്ന് ആമേൻ അവരെ സംരക്ഷിക്കുവാൻ, അവരെ മുമ്പോട്ട് നയിക്കുവാൻ, ആമേൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞ് മോശയിലൂടെ ഇറങ്ങി വന്ന് ആ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് ആമേൻ മുൻപോട്ട് അതേ നടത്തിയ ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആമേൻ മാനവരാശിയുടെ മുമ്പിൽ ഒരു നല്ല ഇടയനായി, ഹല്ലേലൂയ, അവനെ അനുഗമിക്കുന്ന ആമേൻ ആളുകൾക്ക് ആമേൻ നല്ല ഒരു വഴികാട്ടിയായി, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനും എന്ന് പറഞ്ഞ കർത്താവ് ഒരു നല്ല ഇടയനായി, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അത് ഞാൻ നല്ല ഇടയൻ പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവ
എനിക്കുള്ളവ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ജീവനെ കൊടുത്തവനാണ് നിന്റെ ഇടയനെങ്കിൽ, ഹല്ലേലൂയ, അതേ കണ്ണുനീരിലും ദുഃഖത്തിലും ഏറിയ കാലം ആമേൻ നിരാശപ്പെട്ട് ആമേൻ അവനെ അനുഗമിക്കുവാൻ അതേ അനുവദിക്കാതെ നിന്റെ കണ്ണുനീരിന് അറുതി വരുത്തുന്ന, നിനക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, ഇടയൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും ആകും. ഹല്ലേലൂയ. അപ്പൊ നാം മാത്രമല്ല, നമ്മെ കൂടാതെ ആമേൻ അതേ വേറെ ആടുകളും ഉണ്ട് എന്ന് കർത്താവ് എന്ത് ചെയ്യുന്നു? ഇന്ന് രാത്രി സഹോദര സഹോദരി, മാതാവേ, കുഞ്ഞെ, ഞാനും നിങ്ങൾ മാത്രമല്ല, ലോകത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ആ കർത്താവിനെ പിൻപറ്റുന്നുണ്ട്, ആ കർത്താവിനെ സേവിക്കുന്നുണ്ട്. ഞാൻ അവയെ നടത്തേണ്ടതാകുന്നു. അവയുടെ ശബ്ദം കേൾക്കും. ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനും ആകും. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ആമേൻ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു മകൽ സുദിനത്തിലേക്ക് ആമേൻ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാ. അത് കർത്താവിന്റെ മടങ്ങി വരവാണ്. ആ മടങ്ങി വരവിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചിതറിക്കിടക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, ഒരുമിച്ച് അവനെ എതിരേൽക്കുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ആ നല്ല ഇടയനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ചവർ ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആമേൻ ആമേൻ മനുഷ്യന് എങ്ങനെ ഈ നല്ല ഇടയനെ അനുഗമിക്കുവാൻ കഴിയും എന്ന് ആമേൻ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യേശു അവനോട് ആമേൻ ആരാണവൻ? ഒരു രാത്രി അരുമനാഥനായ യേശുവിന്റെ മുമ്പിൽ വന്ന നിക്കോദെമോസ് എന്ന് പറയുന്ന മനുഷ്യനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു നല്ല ഇടയനായി തന്നെ അനുഗമിക്കുന്ന ആടുകളെ അറിഞ്ഞ് മറ്റാർക്കും ആ ആടിനെ വിട്ടുകൊടുക്കാതെ, ഒരു ശത്രുവിനും വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്നത്, മുമ്പോട്ട് നടത്തുന്നത്, മുമ്പോട്ട് നയിക്കുന്നത് എന്തിനാണ്? അവർ ദൈവരാജ്യത്തിൽ ആയിരിക്കുവാനാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവരാജ്യം ആമേൻ അതെ എന്താണോ അത് അനുഭവിക്കുവാനാണ് ഈ ആടിനെ ആമേൻ നല്ല ഇടയൻ മുമ്പോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അവന്റെ ബുദ്ധി കൊണ്ട്, അവന്റെ ജ്ഞാനം കൊണ്ട്, അവന്റെ അറിവ് കൊണ്ട്, അവന്റെ വിദ്യാഭ്യാസം കൊണ്ട്, അത് അവന്റെ മാനുഷികമായ ബുദ്ധിയിൽ അരുമനാഥനായ യേശുവിനോട്, അല്ലെങ്കിൽ നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനോട് അവൻ സംസാരിക്കുകയാണ്. അവൻ ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? ഇന്ന് രാത്രിയിലും ആമേൻ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അതേ, ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരു കള്ളൻ ചോദിച്ചു, സാക്ഷാൽ നീ ദൈവപുത്രനാണെങ്കിൽ ഹല്ലേലൂയ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ ആമേൻ അതെ ചോദ്യം ചെയ്ത കള്ളൻ ആമേൻ അതെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കണ്ണ് കാക്ക വന്ന് കൊത്തിപ്പറിക്കുവാനിടയായി. എന്നാൽ മറ്റേ കള്ളൻ അനുദപിച്ച് ആമേൻ പറുദീസയിലെത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന നല്ല ഇടയനാകുന്ന കർത്താവ്. ഹല്ലേലൂയ. എത്ര പാപം ആയിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ, അത് കടുംചുവപ്പായിരിക്കുന്ന പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ശക്തനായ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ആ സ്നേഹവാനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്റെ നിങ്ങളുടെയും പാപം, എന്റെ നിങ്ങളുടെ ശാപം ഹല്ലേലൂയ നീക്കി ആമേൻ ദൈവ വൈതലായി
ദൈവവൈതലായി ജീവിക്കുവാൻ തക്കവണ്ണം ആമേൻ എന്നെയും നിങ്ങളെയും ആമേൻ ആ പുതിയ മനുഷ്യനാക്കി മാറ്റുവാൻ തക്കവണ്ണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പുതിയ അനുഭവത്തിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി അവൻ നമ്മെ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ വേദന അറിയുന്നു, നമ്മുടെ കഷ്ടത അറിയുന്നു, നമ്മുടെ ബുദ്ധിമുട്ട് അറിയുന്നു, നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നു, നമ്മുടെ പരിമിതികൾ അറിയുന്നു. ഹല്ലേലൂയ. അതിനെല്ലാം ആമേൻ ഒരു വിശാലത നൽകുവാൻ ആണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. അതിന് യേശു മറുപടി കൊടുത്തത് ഇങ്ങനെയാ: ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഒരു പാപിയായ മനുഷ്യൻ എങ്ങനെ ഒരു നീതിമാനായി ദൈവവൈതലായി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവവുമായി കൂട്ടായ്മ ബന്ധം ആമേൻ ദൃഢമായി നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ കഴിയുമെന്നുള്ള സന്ദേശം രാത്രി തന്റെ അടുക്കൽ വന്ന അത് പള്ളിപ്രമാണിയായ നിക്കോദോമസിനോട് യേശു സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു. ആമേൻ. നിക്കോദോമസേ, ഞാൻ നിന്നോട് പറയുക, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അതിന്റെ സാരം നീ പുതിയതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. ഹല്ലേലൂയ. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ലല്ലോ. ആത്മാവിനാൽ ജനിച്ചവനല്ല അതുപോലെ ആകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. നോക്കണമേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്ന നിക്കോദോമസിനോട് യേശു കർത്താവ് ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയുണ്ടായി. ഇന്ന് രാത്രി ആമേൻ ഈ ഭൂമിയിലായിരിക്കുന്ന സകല മനുഷ്യരും അറിയേണ്ട ചില യാഥാർത്ഥ്യമുണ്ട്. ആമേൻ. പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തു. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. വ്യക്തി സ്വാതന്ത്ര്യം സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാള് മുതൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ, ശ്രോതാവേ, കൂടപ്പറപ്പേ, യൗവനക്കാരാ, യൗവനക്കാരി, ആമേൻ, സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് രാത്രി ലോകത്തിൽ ലഭിക്കാത്ത ഒരു സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്റെ കഷ്ടതയിൽ നിന്ന്, എന്റെ ഈ ഞെരുക്കത്തിൽ നിന്ന്, എന്റെ ഈ അനർത്ഥത്തിൽ നിന്ന് എന്റെ ബുദ്ധിക്കോ എന്റെ കഴിവിനോ എന്റെ പണത്തിനോ എന്റെ ഡിഗ്രിക്കോ എന്റെ സർട്ടിഫിക്കറ്റിനോ എന്റെ ബന്ധങ്ങൾക്കോ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനപ്പുറം ആമേൻ നിന്നെ ശക്തനാക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ ആമേൻ അതെ ജീവനോടെ മുമ്പോട്ട് പോകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവം ഉണ്ടെന്ന് ഈ ഭൂമിയിലുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കാലത്തിന്റെ തികവെങ്കിൽ കന്യകാ മറിയയിൽ പൂജാതനായ ക്രിസ്തു. ഹല്ലേലൂയ. ആ ക്രിസ്തു കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്ര സാക്ഷിയായി ഇന്നും നിലകൊള്ളുകയാണ്. ആമേൻ. അതിനെ നിഷേധിക്കുന്നവരുണ്ടാകാം, സ്വീകരിക്കുന്നവരുണ്ടാകാം. എന്നാൽ ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ തക്കവണ്ണം ആമേൻ തുനിയുന്നവരുണ്ടാകാം. എന്നാൽ അത് എന്നെ അനുഗമിക്കുന്നവനെ ഞാൻ അറിയുന്നു. ആമേൻ. അവൻ എന്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവന്റെ ശബ്ദം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവർക്ക് ഒരു പുതിയ ആത്മീയ സ്വഭാവമുണ്ട്. ഹല്ലേലൂയ. അതിനാൽ അവർക്ക് ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുവാനും അവനെ അനുഗമിക്കുവാനും കഴിയും. ആർക്ക്? ആമേൻ. വീണ്ടും ജനിച്ചവർക്ക്. ഹല്ലേലൂയ. പുതിയ ആമേൻ ജീവിതത്തിനുടമയായി പുതു മനുഷ്യനായി ജീവിക്കുന്നവർക്ക് ആമേൻ ഒരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? ആത്മീയ സ്വഭാവമാണ്. ഹല്ലേലൂയ. അതിനാൽ അവർക്ക് ആമേൻ ഇടയന്റെ ശബ്ദം കേൾക്കുവാനും അവനെ അനുഗമിക്കുവാനും കഴിയും. ഒരു ആത്മീയന് മാത്രമേ ആ ആത്മീയ ശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. അത് പ്രാകൃതനായിരുന്നാലോ ജഡികനായിരുന്നാലോ അവന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ആത്മീയനാണെങ്കിൽ കാതുകളിൽ അവന്റെ ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിക്കുക. ഹല്ലേലൂയ. അവനെ അനുഗമിക്കുക എന്നാൽ അവനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. വിശ്വാസവും അനുസരണവുമാണ് ഹല്ലേലൂയ അവന്റെ ജനത്തിന്റെ ആമേൻ അത് രണ്ട് അടയാളങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. അവയില്ലാത്ത മനുഷ്യൻ യഥാർത്ഥ
ദൈവമക്കളോ ആമേൻ യഥാർത്ഥ ക്രിസ്ത്യാനിയോ അല്ല. ഹല്ലേലൂയ. അവർക്ക് യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുവാനോ ദൈവവൈതലായി ജീവിക്കുവാനോ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36 5-ാം അധ്യായം 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മാനവരാശിയോടുള്ള ബന്ധത്തിൽ പിതാവായിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന ന്യായവിധിക്കകത്ത് നിന്ന് ആമേൻ അത് രക്ഷ പ്രാപിക്കുവാൻ, അത് മാനവരാശിക്ക് വേണ്ടി പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതി കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ ഇടയാകണമെങ്കിൽ ഹല്ലേലൂയ അവന്റെ വചനം എന്ത് ചെയ്യണം? കേൾക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം കേട്ട് ആമേൻ എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ എന്തുണ്ടെന്നാ പറഞ്ഞേ? നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് എന്ത് ചെയ്യുന്നു? കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനും നിങ്ങളും ഒരിക്കലും നശിച്ചു പോകുവാൻ പിതാവായ ദൈവം എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. പലരുടെയും ആശ സഫലീകരിക്കാതിരിക്കുമ്പോൾ, പലരുടെയും പ്രതീക്ഷ ആമേൻ തകിടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വയം ജീവനെ നശിപ്പിക്കുന്നത്, ഇല്ലാതാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. കൊലപാതകങ്ങളും അക്രമങ്ങളും പിടിച്ചുപറിയും ചതിയും വഷളത്വവും പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഒരിക്കലും ആരും നശിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ആമേൻ പിതാവായ ദൈവം തന്റെ സ്നേഹം തന്റെ പുത്രനിലൂടെ ഈ ഭൂമിയിലായിരിക്കുന്നവർ അറിയുവാൻ, തിരിച്ചറിയുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് അനുഭവിക്കുവാൻ ദൈവം ഒരുക്കിയ ആമേൻ മുഖാന്തരങ്ങളെ മനസ്സിലാക്കി ജീവിക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവൻ ക്രിസ്തുവിന്റെ ആടുകളെല്ലാം എന്നേക്കുമായി സുരക്ഷിതവും ആമേൻ അവരുടെ രക്ഷ ശാശ്വതമാണെന്നും വ്യക്തമായി സത്യവേദ പുസ്തകം നമുക്ക് അത് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. ക്രിസ്തുവിനോ അനുഗമിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതൽ ആമേൻ മരണപ്പെട്ടാൽ, അവൻ ജീവനോടിരുന്നാലും അവനെ അനുഗമിക്കുന്ന തന്റെ മക്കളെ കുറിച്ച്, അവനെ അനുഗമിക്കുന്ന തന്റെ ജനത്തെ കുറിച്ച് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം, പുത്രനായ ക്രിസ്തു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞത്, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും അവന്റേതായി മാറിയാൽ എന്നെയും നിങ്ങളെയും കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. ഹല്ലേലൂയ. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനം ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും അത് ക്രിസ്തുവിന് വേണ്ടി തന്നെ ആയിരിക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ തന്നെ അനുഗമിക്കുന്ന അതേ ശിഷ്യന്മാർ തീരുമാനമെടുക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അതുകൊണ്ടാണ് എബ്രയ ബാലന്മാർ തീച്ചൂളയുടെ ആമേൻ ചൂട് 7 ഇരട്ടി വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും തീക്കകത്തേക്ക് വീഴുവാൻ അവർ സമർപ്പിക്കപ്പെട്ടത്. ആമേൻ. ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും രാജാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നതിനെതിരായി ആമേൻ എന്ത് അജണ്ട ഉണ്ടാക്കിയാലും ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രശ്നമില്ല. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ആ തീരുമാനമെടുത്ത ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ അറിഞ്ഞ് ഇറങ്ങി വന്ന തീയുടെ ബലത്തെ കരുതിയ സ്വർഗ്ഗത്തിലെ ദൈവം, നീ
ആയിരിക്കുന്ന കഷ്ടതയ്ക്കകത്ത് ഉറപ്പോടെ ധൈര്യത്തോടെ നീ അറിഞ്ഞ സത്യത്തിൽ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ തീരുമാനത്തിൽ ഇറങ്ങി വന്ന് ആ രോഗക്കടക്കിൽ നിന്ന്, ആ കടക്കെണിക്കകത്ത് നിന്ന്, ആ പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ വെല്ലുവിളിക്കകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ ശക്തനായവനാണ് നല്ല ഇടയനാകുന്ന കർത്താവ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആമേൻ. അതെ, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം എന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും. ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ദൈവമക്കളെ, ദൈവസഭയ്ക്ക് ദൈവം അനുഷ്ഠിക്കുവാനായി കൊടുത്തിരിക്കുന്ന ആമേൻ അതെ ഒരു ആമേൻ കാര്യമാണല്ലോ തിരുമേശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതൽ ആമേൻ അതെ ദൈവിക വചനപ്രകാരമുള്ള കൂട്ടായ്മ ആചരിക്കുമ്പോൾ, അനുഷ്ഠിക്കുമ്പോൾ ഹല്ലേലൂയ അതെ കർത്താവ് പറയുകയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ആമേൻ തന്നെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയും ആമേൻ താൻ അനുഗമിക്കുന്ന ഇടയനും ആമേൻ ഒരു ഒന്നാകുന്ന അല്ലെങ്കിൽ സമ്മേളിക്കുന്ന ഹല്ലേലൂയ അതെ വസിക്കുക അല്ലെ, ആ ഒരു അനുഭവമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. ആമേൻ. ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ആമേൻ. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തിൽ ആമേൻ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കായി ഹല്ലേലൂയ 3.5 വർഷം പരസ്യമായി ഇവിടെ ശുശ്രൂഷ ചെയ്തപ്പോൾ ഹല്ലേലൂയ ആമേൻ താൻ ചെയ്യുന്ന ശുശ്രൂഷ അതിശക്തിയോടുകൂടെ ചെയ്യുവാൻ താൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ 12 പേർ, പിന്നീട് അത് 120 പിന്നീട് അത് 3000 അങ്ങനെ ആമേൻ അത് വർദ്ധിച്ച് 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 ഹല്ലേലൂയ ശുശ്രൂഷകന്മാരായി. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ചോദിക്കാം, ആരാ ശുശ്രൂഷകന്മാർ? സഭയിൽ ചിലരെ പ്രവാചകന്മാർ, ഇടയന്മാർ അല്ലെ, ഉപദേഷ്ടാക്കന്മാർ, പിന്നെ 5 വിധ ആമേൻ തരത്തിലുള്ള ശുശ്രൂഷകൾ നൽകി ആമേൻ സഭയിൽ ചിലരേതാ. ഹല്ലേലൂയ. അപ്പൊ ഒരു സഭയിൽ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നാണ്. ഹല്ലേലൂയ. സഭയിൽ ചിലരെ. അപ്പോ ഞാനെന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള ശുശ്രൂഷകരുണ്ടെന്ന സ്പെഷ്യലിസ്റ്റ്. ഞാൻ പ്രവാചകൻ, ഞാൻ ഉപദേഷ്ടാവ്, ഞാൻ പ്രാസംഗികൻ, ഞാൻ ഭൂതശാന്തി, അങ്ങനെ ഓരോരുത്തരും സ്പെഷ്യലിസ്റ്റ് ആയിട്ട് പോകുന്നല്ല, ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെയുള്ളവരുണ്ടെന്ന. ഹല്ലേലൂയ. അപ്പോ ഒരു ലോക്കൽ സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ആ നാട്ടിലുള്ളവർ വരുമ്പോൾ ഹല്ലേലൂയ അവർ പാപബോധമുള്ളവരായി മനസാന്തരപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായിക്കൊണ്ടിരിക്കും. ആമേൻ. അവർക്കൊരു വിഷയമുണ്ടായ അവിടെ ശുശ്രൂഷിക്കാൻ ആ ലോക്കൽ സഭയിൽ ഈ 5 വിധ ശുശ്രൂഷകൾ ഉള്ളവരുണ്ടെങ്കിൽ ആ സഭ വളർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ലോക്കൽ സഭ ഹല്ലേലൂയ, പ്രാദേശിക സഭ ഹല്ലേലൂയ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയ്ക്കകത്ത് പ്രകാരമുള്ള ശുശ്രൂഷകൾ ദൈവം പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ഓർത്ത്, ആ ശുശ്രൂഷകൾ ഏറ്റെടുത്തവരെ ഓർത്ത് ആമേൻ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്നു നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ആമേൻ. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും എന്ത് ചെയ്തില്ല, നശിച്ചു പോയിട്ടില്ല.
ഇന്ന് രാത്രി ചെവിയുള്ളവർ കേൾക്കണം, ഹൃദയമുള്ളവർ ചിന്തിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്ക് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുക. അവരോടുകൂടെ ഇരുന്നപ്പോൾ, ആരുടെ കൂടെ? ഹല്ലേലൂയ. അവനെ വിശ്വസിച്ചവരുടെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കായി ഇവിടെയായിരുന്ന കർത്താവ് പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധം ഹല്ലേലൂയ നിലനിർത്തിക്കൊണ്ട്, ഹല്ലേലൂയ, നീ എനിക്ക് തന്നിട്ടുള്ളവരെ ഞാൻ നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും എന്ത് ചെയ്തില്ല? നശിച്ചു പോയിട്ടില്ല. അപ്പോ ആരാ നശിച്ചു പോയത്? പണത്തോട് ഭ്രമമുള്ള, അല്ലേ? യൂദയെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. ആ നാശയോഗ്യൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കണമേ, എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനിലൂടെ നൽകിയിരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ അല്ലായിക കൊണ്ട് ലോകം അവരെ പകച്ചു. ഹല്ലേലൂയ. യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ആമേൻ എങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക കൊണ്ട് ലോകം അവരെ പകച്ചു. അപ്പൊ സത്യ വചനത്തെ വളച്ചൊടിക്കാതെ, അതിനോട് മായവും കലർത്തും ചേർക്കാതെ, അതിനെ വള്ളിപുള്ളി മാറ്റാതെ, അതിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ലോകം അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യും? പകയ്ക്കും. ഹല്ലേലൂയ. എന്നാൽ പകയ്ക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനാണ് നല്ല ഇടയനാകുന്ന ക്രിസ്തു. ഹല്ലേലൂയ. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. തന്നെ അനുഗമിക്കുന്ന ആടുകൾക്ക് വേണ്ടി, തന്നെ അനുഗമിക്കുന്ന ജനതകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അതെ മധ്യസ്ഥത വഹിക്കുന്ന ഒരു നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ചവരെ, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുകയും അവർ എന്നെ അനുഗമിക്കുകയും ചെയ്താൽ ഞാൻ അവർക്ക് നിത്യജീവൻ നൽകും. ഹല്ലേലൂയ. അവർ ഒരിക്കലും നശിക്കുകയുമില്ല. ഇന്ന് രാത്രി ആമേൻ ഈ ദൂത് കേൾക്കുന്നവർ, സന്തോഷമുള്ളവർ, അനുസരിക്കുവാൻ തയ്യാറുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുകയും അവർ എന്നെ അനുഗമിക്കുകയും ചെയ്താൽ ഞാൻ അവർക്ക് നിത്യജീവൻ നൽകും. അവ ഒരിക്കലും നശിക്കുകയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വാക്കുകളിൽ, ഹല്ലേലൂയ, ആമേൻ, അതെ, വളരെ വ്യക്തമായി ആമേൻ അതെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആടുകളുടെ സുരക്ഷ, ഹല്ലേലൂയ, ആമേൻ, അതെ, അവന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ആടുകളുടെ സുരക്ഷ ആടുകളില്ലാതെ മറ്റൊരു വ്യവസ്ഥയും അടിസ്ഥാനമാക്കിയുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ആടുകൾ ഉണ്ടെങ്കിലല്ലേ അവർക്ക് സുരക്ഷ ആവശ്യമുള്ളൂ. ഹല്ലേലൂയ. ആടുകളുടെ അടയാളം അവർ ഇടയന്റെ ശബ്ദം കേൾക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവനെ അനുഗമിക്കുന്ന ഒരാടായി ആമേൻ ജീവിക്കുവാൻ, ഹല്ലേലൂയ, കൃപ ലഭിച്ചവർ അവന്റെ ശബ്ദം, ഹല്ലേലൂയ, കേൾക്കും. അതാണ് അടയാളം. ആമേൻ. അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അല്ലെങ്കിൽ അവർ ആടുകളല്ല. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ അവന്റെ മക്കൾ. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുന്നു, ആടുകളുടെ അടയാളം അവർ ഇടയന്റെ ശബ്ദം എന്ത് ചെയ്യണം? കേൾക്കുകയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ ആരുടെ ശബ്ദവും കേൾക്കേണ്ടത്? നല്ല ഇടയനാകുന്ന ക്രിസ്തുവിന്റെയാണ്.
കവലയിടയന്മാരായി അന്ത്യകാലത്ത് അനേകര് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവേശിക്കുമെന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. നമുക്ക് ഒറ്റ ഇടയനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഇല്ലെങ്കിൽ അവർ ആടുകൾ അല്ല. യഥാർത്ഥ ആടുകൾ നല്ല ഇടയന്റെ സംരക്ഷണയിൽ ഉള്ളതിനാൽ സുരക്ഷിതവും അതേ സമാധാനവും സന്തോഷവും അവർക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവരുടെ നിത്യ സുരക്ഷ അവൻ ചെയ്യുന്നതിനെ ആശ്രയിച്ചല്ല, മറിച്ച് അവൻ ചെയ്തതിനെ ആശ്രയിച്ചായിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, അവരുടെ നിത്യ സുരക്ഷ അവർ ചെയ്യുന്നതിനെ ആശ്രയിച്ചല്ല, അവൻ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസികൾ വിശ്വസിക്കുന്നത് അവസാനിപ്പിച്ച് ക്രിസ്തുവിനെ ശാശ്വതമായി ഉപേക്ഷിക്കുവാൻ ഹല്ലേലൂയ വിശ്വാസികൾക്ക് കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ല, അല്ലേ? വിശ്വാസികൾ വിശ്വസിക്കുന്നത് അവസാനിപ്പിച്ച് ക്രിസ്തുവിനെ ശാശ്വതമായി ഉപേക്ഷിക്കുവാൻ വിശ്വാസികൾക്ക് എന്ത് കഴിയത്തില്ല. ആമേൻ. അങ്ങനെ ചെയ്താൽ അവർ നശിച്ചു പോകും. ആമേൻ. പക്ഷെ അവ ഒരിക്കലും നശിക്കുകയില്ല എന്ന് ക്രിസ്തു എന്ത് ചെയ്തു? പറഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? ഹല്ലേലൂയ. മറ്റെവിടെയെങ്കിലും അതെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങൾ നാം വായിച്ച ഹല്ലേലൂയ ഈ ചോദ്യത്തിന് മറുപടി നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഒരുപാട് വേദഭാഗങ്ങൾ, ഫിലിപ്പി ലേഖനം 1:29, എഫെസ്യ ലേഖനം 2:8, എബ്രായ ലേഖനം 12:2. ഹല്ലേലൂയ. അവസാനം വരെ വിശ്വസിക്കുന്നവൻ ഹല്ലേലൂയ രക്ഷ പ്രാപിക്കുമെന്ന്, സഹിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ഒരു നല്ല ഇടയനെ അനുഗമിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന ആ ദൈവത്തിന്റെ ശബ്ദം ആണോ ഞാൻ നിങ്ങൾ കേൾക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടി ഞാൻ നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു നായകന്റെ, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശബ്ദം കേട്ടാണോ നാളിതുവരെ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തയ്യാറായതെങ്കിൽ നിരാശപ്പെടേണ്ടി വരും. ആമേൻ. എന്നാൽ നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ അറിയുവാൻ ഒരുപക്ഷെ ആരെങ്കിലും ദൈവം അയച്ചേക്കാം. ആരുടെയെങ്കിലും പ്രസംഗത്തിലൂടെ ആയിരിക്കാം, പാട്ടിലൂടെ ആയിരിക്കാം, ഇടപെടലിലൂടെ ആയിരിക്കാം ഈ ഇടയനെ അറിയുവാൻ അവസരം ലഭിച്ചത്. ഇടയനെ അറിഞ്ഞ ഒരു ആട് ഡയറക്റ്റ് അവന്റെ ശബ്ദം കേൾക്കുവാൻ തയ്യാറാകണം, അവനെ അനുഗമിക്കുവാൻ തയ്യാറാകണം. വ്യക്തിപരമായി ദൈവവചനം ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ ആര് തയ്യാറാകുമോ അവർക്ക് മാത്രമേ ആ നല്ല ഇടയന്റെ ശബ്ദം കേൾക്കുവാൻ, അവനെ അനുഗമിക്കുവാൻ, പ്രതികൂല സാഹചര്യങ്ങളിൽ ശത്രു അപഹരിക്കാതെ ആ നല്ല ഇടയന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ആടുകൾ ചിലപ്പോൾ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ ഉണ്ടാകാറില്ലേ? അങ്ങനെ ചെയ്താൽ ഹല്ലേലൂയ അത് ഒടുവിൽ നഷ്ടമായില്ലേ? താൽക്കാലികമായി ഒരു യഥാർത്ഥ ആടുകൾ അലഞ്ഞു തിരിയ. എന്നാൽ കർത്താവായ യേശു അത്തരമൊരു സാഹചര്യത്തിൽ താൻ ചെയ്യുന്നത് എന്തെന്ന് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അവൻ പുറത്തുപോയി ആടുകളെ തിരികെ കൊണ്ടുവരുന്നു എന്ന് സുവിശേഷങ്ങളിലൂടെ അതെ ദൈവം തന്റെ ജനത്തോട് വ്യക്തമാക്കി നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം 15:3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ ആടുകളെ പോലും നഷ്ടപ്പെടുത്തുവാൻ ഹല്ലേലൂയ അതെ കഴിയാത്ത വിധത്തിൽ നമുക്ക് ആർക്കെങ്കിലും എന്ത് സുരക്ഷ ആണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ഒരാൾക്കും അലഞ്ഞു തിരിയാനും നഷ്ടപ്പെടാനും കഴിയാത്ത വിധത്തിൽ ഹല്ലേലൂയ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും
ഹല്ലേലൂയ. അതെ, സംരക്ഷണം നൽകുവാൻ ദൈവം ശക്തനാണെന്ന് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഹല്ലേലൂയ. സ്വഭാവത്താൽ നാം മറ്റുള്ളവരെക്കാൾ മികച്ചവരാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, കരുതരുത്. ഹല്ലേലൂയ. ആമേൻ. അതിനാൽ മറ്റ് ആടുകൾ നശിച്ചാലും നാം സുരക്ഷിതരായിരിക്കുമെന്ന് എന്ത് ചെയ്യണം, കരുത്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7:11, റോമാലേഖനം 7-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളും, 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ രക്ഷ ഏതെങ്കിലും വിധത്തിൽ നമ്മെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമ്മെ തന്നെ നന്നായി അറിയുന്നവർക്ക് ഹല്ലേലൂയ, ആമേൻ, ആത്യന്തികമായി അത് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടാൻ കൂടുതൽ കാരണമുണ്ടാകും. ഹല്ലേലൂയ. തീർച്ചയായും പൂർണ്ണമായ ആ നിരാശയ്ക്ക് മിക്ക കാരണങ്ങളും എന്ത് ചെയ്യും, ഉണ്ടാകും. ഈ വേദഭാഗങ്ങൾ നിങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. കാരണം പല വിധത്തിൽ നാം എല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദുർബലന്മാരും ആമേൻ പാപികളും ആയി ജീവിച്ചവരാണ്. ആമേൻ. അതെ, അങ്ങനെയായിരുന്ന എന്നെയും നിങ്ങളെയും നിർമ്മല മനസാക്ഷിക്ക് ഉടമയാക്കി മാറ്റുവാൻ ഹല്ലേലൂയ, നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവം തന്റെ പുത്രന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് നിർമ്മല മനസാക്ഷി ഉള്ളവരാക്കി ഹല്ലേലൂയ, നീതിമാന്മാരാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ആടുകളുടെ ശാശ്വതമായ രക്ഷയുടെയും സുരക്ഷയുടെയും കാര്യം വളരെ പ്രധാനപ്പെട്ട ആമേൻ ഒരു കാര്യമായി ആമേൻ വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. അവരുടെ സുരക്ഷ മൊത്തത്തിൽ ഇടയനെ ആശ്രയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം ആണ് ആമേൻ ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനെയും രക്ഷിക്കുവാനായി തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്ന് തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കുവാൻ ഹല്ലേലൂയ തയ്യാറാകുന്ന ആമേൻ ഏതൊരു വ്യക്തിക്കും ഈ പിതാവായ ദൈവത്തിന്റെ ആ പ്രൊട്ടക്ഷൻ, ആ സുരക്ഷ അനുഭവിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. യേശു ഇവിടെ പഠിപ്പിക്കുന്നത് ആമേൻ വ്യക്തമായും അങ്ങനെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ആടുകൾ ഹല്ലേലൂയ മൃഗങ്ങളിൽ ഏറ്റവും ആമേൻ നിസ്സഹായര്, ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സ്വയം കാവൽ നിൽക്കുവാൻ കഴിവില്ലാത്തവരുമായതിനാൽ യേശു വിശ്വാസികളെ ആടുകൾ എന്ന് വിളിക്കുവാൻ തീരുമാനിച്ചുവെന്ന് കരുതുന്നത് ന്യായമായൊരു കാര്യമല്ലേ? ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ രക്ഷ നമ്മുടെ നല്ല ഇടയനെ ആശ്രയിച്ചിരിക്കുന്നു എന്നും നാം അവന്റെ കൈകളിൽ എന്നേക്കും സുരക്ഷിതരാണെന്നും നാം എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കണമെന്നും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ സുരക്ഷിതത്വം അനുഭവിക്കുവാൻ നാം അവനെ അനുഗമിക്കണം. ഹല്ലേലൂയ. അവന്റെ ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. ആമേൻ. ആടുകൾ എന്നേക്കുമായി സുരക്ഷിതരാണെന്ന് കരുതി അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ എന്ത് ചെയ്യരുത്, തയ്യാറാകരുത്. ഹല്ലേലൂയ. ആ ചിന്താരീതി യഥാർത്ഥ ആടുകളുടെ മനോഭാവമല്ല. ഹല്ലേലൂയ. ആമേൻ. അവർ ആമേൻ അവനെ അനുഗമിക്കുവാൻ പൂർണ്ണമായി സമർപ്പിക്കപ്പെടണം. ഹല്ലേലൂയ. അവനെ അനുഗമിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർ ആടുകളല്ല. അവർ സുരക്ഷിതരാണെന്ന അറിവ് ആടുകളിലെ വിശുദ്ധിയെ എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെടുന്ന ഭയത്തെ, നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള ആമേൻ ഹല്ലേലൂയ ജീവിതം. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധി. ആമേൻ. അതെ, നല്ല ഇടയനോടുള്ള ആ സ്നേഹം ആമേൻ വർദ്ധിപ്പിക്കുകയും ഹല്ലേലൂയ അവന്റെ ശക്തിയിലുള്ള ആ വിശ്വാസം ആർജിച്ചെടുക്കുവാനും ആമേൻ ഒരു ദൈവവൈദ്യനെ എപ്പോഴും നയിക്കും. ആമേൻ. ഇന്ന് രാത്രി ആമേൻ വിശുദ്ധിയിൽ തികഞ്ഞവനായ ദൈവത്തെ അത് പിൻപറ്റുവാൻ ഹല്ലേലൂയ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ആ വിശുദ്ധിയെ ആമേൻ ആ സ്നേഹത്തെ ആ ശക്തിയെ
അനുഗമിക്കുവാൻ എന്ത് ചെയ്യണം? ഉത്സാഹം വേണം. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ആമേൻ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലിന് നിത്യജീവൻ ഉണ്ട് എന്ന് ആമേൻ തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഇവിടുത്തെ ജീവിതം കൊണ്ട് തീരുന്നില്ല, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഒന്നെങ്കിൽ നിത്യനാശം, അല്ലെങ്കിൽ നിത്യജീവൻ. ഹല്ലേലൂയ. തന്നെ അനുഗമിക്കുന്നവർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നതെന്ന് യേശു കർത്താവ് തന്റെ ഈ ലോക ജീവിതത്തിൽ തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്ത് ആമേൻ അത് കേൾക്കുന്ന ശബ്ദം ആമേൻ എന്താണോ അതാണ് ഒരു വ്യക്തിയെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്ത് വ്യത്യസ്തമായ രണ്ട് ശബ്ദങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം, ഹല്ലേലൂയ, അത് കൂടാതെയുള്ള ശബ്ദവും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഏത് ശബ്ദം കേൾക്കും, ഏത് ശബ്ദത്തെ പിന്തുടരും, ഹല്ലേലൂയ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹല്ലേലൂയ ജീവിതത്തിന്റെ അവസാനം എത്തുന്നത്. ഹല്ലേലൂയ. ആ ജീവിതത്തിന്റെ അവസാനത്തിൽ ചെന്ന് എത്തുന്നത്. ഹല്ലേലൂയ. നിങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ആരുടേതാണ്, ആ ശബ്ദമാണ് അവിടേക്ക് നിങ്ങളെ നയിക്കുന്നത്. അപ്പോ നിത്യജീവനിലേക്ക് ഒരുവനെ എത്തിക്കുവാൻ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, ആ ശബ്ദത്തെയാണ് നിങ്ങൾ അനുക്രമിക്കുന്നതെങ്കിൽ, നിശ്ചയമായും മരിച്ചാലും ജീവിച്ചാലും നിങ്ങൾ എത്തുന്നത് നിത്യജീവനിലായിരിക്കും. ഹല്ലേലൂയ. അതാണ് യേശു ക്രിസ്തുവിന്റെ ശബ്ദം. ഹല്ലേലൂയ. മറ്റു ശബ്ദങ്ങൾ എന്നെ നിങ്ങളെയും നശിപ്പിക്കുന്നതിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുവാൻ പോകുകയാ. നിങ്ങൾ ആരുടെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദമാണ് കേൾക്കാനും അവൻ പറയുന്നത് അനുസരിക്കുവാനും അനുദിനം ആമേൻ ദൈവവചനത്തെ ഹല്ലേലൂയ നാം വായിക്കുവാനും ധ്യാനിക്കുവാനും കേൾക്കുവാനും സമയം വേർതിരിക്കണം. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ അനുഗാമികളോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. ആരാണ് എന്റെ സഹോദരന്മാർ? ആരാണ് എന്റെ സഹോദരി? ആരാണ് എന്റെ അമ്മ? ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും എന്റെ സഹോദരിയും അമ്മയുമാകുന്നുവെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. തന്നെ അനുഗമിക്കുന്നവരെ അവൻ അറിയുമെന്ന് ഇന്ന് രാത്രി മനസ്സിലായവർ, മനസ്സിലാക്കിയവർ ആമേൻ കരമടിച്ച് ഒന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇവരാണ് ആമേൻ നിത്യജീവന് യോഗ്യരായവർ. ഹല്ലേലൂയ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട എന്നേക്കും രക്ഷിക്കപ്പെട്ടു ഹല്ലേലൂയ എന്ന സിദ്ധാന്തത്തെ ആമേൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇത് വീണ്ടും ജനിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനും അത് ഇപ്പോഴും സ്വർഗത്തിൽ എത്തിക്കാനും കഴിയും. ഇത് ശരിയായ ചിന്തയാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഒരിക്കൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സമർപ്പിച്ചു, അതുകൊണ്ട് ഇഷ്ടമുള്ളിടത്ത് പോകാം, എന്തും ചെയ്യാം, എങ്ങനെ ജീവിക്കാം. തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും അങ്ങനെ ജീവിച്ചാൽ ഹല്ലേലൂയ ആ നിത്യമായ ആ സൗഭാഗ്യം വീണ്ടും പോലെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. നിങ്ങൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നത് നിർത്തുകയാണെങ്കിൽ നിങ്ങൾ നിത്യ സന്തോഷം നഷ്ടപ്പെടുവാൻ തക്കവണ്ണമിടയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രതിഫലം ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും കയ്യിലുള്ള സുരക്ഷയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നെയും നിങ്ങളെയും അവന്റെ കൈകളിൽ നിന്ന് തട്ടിയെടുക്കുവാൻ ആർക്കും കഴിയാത്ത നിലയിൽ ഹല്ലേലൂയ നല്ല ഇടയൻ സൂക്ഷിക്കുവാൻ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ. യേശുക്രിസ്തുവിനെ അനുഗമിച്ചതിന് ലഭിക്കുന്ന ഹല്ലേലൂയ ആമേൻ ആനുകൂല്യങ്ങൾ ആമേൻ എല്ലാ ദിവസവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമ്മെ ഉത്സാഹമുള്ളവരാക്കി ആമേൻ നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ദിവസവും ഉത്സാഹമുള്ളവരായി അവനെ അനുഗമിക്കുവാൻ, അവനെ പിൻപറ്റുവാൻ അവന്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി തയ്യാറാകണം. അവനെ അനുഗമിക്കുവാൻ തയ്യാറാകണം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ ശ്രദ്ധിക്കുകയും അവനെ പിന്തുടരുകയും ചെയ്യുക
അനേകർക്ക് ഹല്ലേലൂയ ഞാൻ നിങ്ങളും ഒരനുഗ്രഹമായി. ഹല്ലേലൂയ. അവനോട് ആമേൻ അതെ സ്നേഹമുള്ളവരായി, അവനോട് കൂട്ടായ്മയുള്ളവരായി ഓരോ ദിവസവും ജീവിപ്പാൻ ഇന്ന് രാത്രി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഇന്ന് രാത്രി ആരുടെ ശബ്ദമാണ് ഞാൻ നിങ്ങളെ കേൾക്കുന്നത്? ഹല്ലേലൂയ. അതെ, ഞാൻ അവയെ അറിയുകയും അവയെ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും എന്ത് ചെയ്യില്ല, നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയില്ല. ഹല്ലേലൂയ. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ്. പിതാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? നല്ല ഇടയനാകുന്ന ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് അവരെ അനുഗമിക്കുന്ന ഒരാളാണെങ്കിൽ, ഹല്ലേലൂയ, ഈ ലോകത്തിലെ ഇടയന്മാരാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും? ഇരിക്കും. എന്നാൽ 99 വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടിപ്പോയി ആ കുരുങ്ങിക്കിടന്ന അവസ്ഥയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഹല്ലേലൂയ സംരക്ഷിച്ച നല്ല ഇടയൻ. ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകത്തക്ക വിധത്തിൽ പിശാച് നിന്റെ അകത്ത് എന്തെങ്കിലും ചിന്തകൾ കൊണ്ടുവന്നു അകന്ന് പോയി നീ ഒറ്റയ്ക്കായിരിക്കുന്നു. ഹല്ലേലൂയ. കൂടെയുള്ള 99 വിട്ടിട്ട് ആ ഒന്നിനെ തേടിപ്പോയ കഥ ഇന്ന് രാത്രി നിന്നെ തേടി വന്നിരിക്കുക. ഹല്ലേലൂയ. നിന്റെ ആ ശബ്ദം കേട്ടുകൊണ്ട്, നിന്റെ ആ കരച്ചിൽ കേട്ടുകൊണ്ട്, നിന്റെ ആ നിലവിളി കേട്ടുകൊണ്ട്, നിന്റെ ആ കഷ്ടത കണ്ടുകൊണ്ട്, നിന്റെ ആ പ്രതികൂലം കണ്ടുകൊണ്ട് ആ കുരുത്തൻ കെട്ടവൻ അവൻ പോട്ടെ എന്ന് പറഞ്ഞ് നല്ല ഇടയൻ ഒതുങ്ങിയിരുന്നില്ല. ആ കാണാതെ പോയ ആ ശത്രു അപഹരിക്കുവാൻ സാധ്യതയുള്ള, ആ നിത്യത നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള, ആ നിത്യജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ആ സാഹചര്യത്തിൽ കിടക്കുന്ന ആ ആടിനെ തേടിപ്പോയ ആ നല്ല ഇടയൻ ഇന്ന് രാത്രി നിന്നെ തേടി വന്നിരിക്കുക. ഹല്ലേലൂയ. ഞാൻ അവയെ അറിയുകയും അവയെന്നെ അനുഗമിക്കുകയും ചെയ്യും. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. നിന്നെ തകർത്ത് കളയുവാൻ പിന്തുടരുന്ന അന്ധകാരത്തിൽ നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ഒരു നല്ല ഇടയൻ. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ കാതുകളിൽ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും സ്വർഗം ഇന്ന് രാത്രി അവിടുന്ന് അനുഗ്രഹിച്ചു. കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ നിരന്തരം അങ്ങയുടെ ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാൻ, അങ്ങയെ സേവിക്കുവാൻ, അങ്ങയെ പിൻപറ്റുവാൻ, ഹല്ലേലൂയ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, ഹല്ലേലൂയ, അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് ശക്തീകരിച്ച്, ഹല്ലേലൂയ, ഇന്ന് രാത്രി വചനം കേട്ട് സമർപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥന. നല്ല നായകനായ, നല്ല ഇടയനായ, ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്ന, അവൻ പുറത്തേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പിൽ നടക്കുന്ന നല്ല ഇടയനാകുന്ന കർത്താവിന്റെ ആ സ്നേഹത്തെ കുറിച്ച്, ആ കരുതലിനെ കുറിച്ച്, ആ പരിപാലനത്തെ കുറിച്ച് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി. പലപ്പോഴും ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നു, പലപ്പോഴും ഞങ്ങൾ ഒതുങ്ങിപ്പോകുന്നു. ഞങ്ങളെ മനസ്സിലാക്കുന്ന ആരുമില്ല, ഞങ്ങളെ അറിയുന്ന ആരുമില്ല, ഞങ്ങളെ സ്നേഹിക്കുന്ന ആരുമില്ല. എന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല ഇടയൻ അങ്ങ് മാത്രമാണെന്നുള്ള സന്ദേശം ഇന്ന് രാത്രിയിലും ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഇന്ന് രാത്രി നല്ല ഇടയന്റെ ശബ്ദം കേട്ട് ആമേൻ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അഭിമുഖീകരിക്കുന്ന സകല പ്രതിസന്ധിക്കകത്തു നിന്നും അവരെ സംരക്ഷിക്കുവാൻ, അവർക്ക് വേണ്ടി കരുതുവാൻ, ഹല്ലേലൂയ, നല്ല ഇടയനാകുന്ന കർത്താവ് കുരിലിന്റെ താഴ്വരയിലൂടെ കടന്നു പോകേണ്ടി വന്നു പ്രാണനെ തണുപ്പിക്കുന്ന, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന നല്ല ഇടയനായ കർത്താവ് ഇന്ന് രാവിലെ കർത്താവെ, ചില രോഗികൾ സൗഖ്യമാകത്തക്ക വിധം, ചില പാപികൾ മനം തിരിയത്തക്ക വിധം, ചില പിന്മാറ്റക്കാർ മടങ്ങി വരത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. വചനം കേട്ട എല്ലാവരെയും പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീർ കണ്ടപ്പോൾ മനസ്സിലിയുന്ന സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും സുരക്ഷിതരായി മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുക. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. അക്രമങ്ങളും ചതികളും, പിടിച്ചു പറയും, കൊലപാതകങ്ങളും വഷളത്വങ്ങളും പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത് ഒരു പാപിയെ പാപ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിത്യരാജ്യത്തിന്, നിത്യജീവന്, ആ ദൈവരാജ്യത്തിന് അവകാശിയാക്കി മാറ്റുവാൻ ശക്തിയുള്ള ഉൾനടത്തം ജീവന്റെ വചനം കേട്ട കർത്താവിനെ രക്ഷകനായി, നാഥനായി, വീണ്ടെടുപ്പുകാരനായി ദൈവമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഒരു പാവി സമർപ്പിക്കപ്പെട്ട ദൈവനാമ മഹത്വപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കാരണം അശ്ലീലത നിറഞ്ഞ നിരവധി വീഡിയോ ക്ലിപ്പുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷത്തെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. ദൈവകൃപയുള്ള ദൈവാത്മാവിന്റെ നിയോഗപ്രകാരം ദൈവദാസന്മാർ, ദൈവദാസിമാർ, കുഞ്ഞുങ്ങൾ അവർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം പാടുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന നിരവധി വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ദൈവം ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്താൽ, ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങളുടെ ആ മൊബൈലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഇടയായിത്തീരും. ആമേൻ. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവത്തോട് അടുക്കുവാനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനൊക്കെയും ഇടയായിത്തീരും. ഈ മിനിസ്ട്രിയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ഗുഡ് നൈറ്റ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.